ഈ വെള്ളിയാഴ്ച രാത്രി വീണ്ടും ദൈവവചനം കേൾപ്പാൻ ഒരുമിച്ച് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏകാന്തതകളുടെയും ജീവിത വൈഷമ്യങ്ങളുടെയും നാളുകളിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. എന്നാൽ കർത്താവിനോട് കൂടെയുള്ള സഹിത്വം നമുക്കെത്രയോ ആനന്ദകരമാണ്. ഈ ലോകത്തിൻ്റെ സന്തോഷമൊക്കെ താൽക്കാലികമാണ്. എന്നാൽ കർത്താവ് ഉള്ളത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രിയിൽ യേശുവിൻ സഹിത്വമുള്ളതാൽ ഞാൻ എത്ര ആനന്ദിക്കും, യേശുവിൻ്റെ സാന്നിധ്യം എനിക്കെത്ര സന്തോഷം നൽകും. ഈ മനോഹരമായിട്ടുള്ള ഗാനം കർത്താവിനോട് ചേർന്ന് ഒരുമിച്ച് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗാനം ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ സഹിത്വമുള്ളതാ ഞാനെന്നും ആനന്ദിക്കും. യേശുവിൻ സഹിത്വമുള്ളതാ ഞാനെന്നും ആശ്വസിക്കും. യേശുവിൻ സഹിത്വമുള്ളതാ ഞാനെന്നും ആനന്ദിക്കും. യേശുവിൻ സഹിത്വമുള്ളതാ ഞാനെന്നും ആശ്വസിക്കും. യേശുവേ നീ എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം തൃത്തടങ്ങളിൽ. യേശുവേ നീ എന്നെ എന്നും നടത്തുന്നതാ എന്തു മോദമേതു നേരത്തും. യേശുവേ നീ എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം തൃത്തടങ്ങളിൽ. യേശുവേ നീ എന്നെ എന്നും നടത്തുന്നതാ എന്തു ബോധമേതു നേരത്തും. ജയത്തിൻ കുതിരകൾ വ്യക്തമത്രേ രാജനേശുവെന്നും നടത്തിയിടുന്നു. നടത്തിയ വിധങ്ങൾ ഞാൻ ഓർത്തിടുമ്പോ എന്നുമെന്നും സ്തുതിച്ചിടുവേ. ജയത്തിൻ കുതിരകൾ വ്യക്തമത്രേ രാജനേശുവെന്നും നടത്തിയിടുന്നു. നടത്തിയ വിധങ്ങൾ ഞാൻ ഓർത്തിടുമ്പോ എന്നുമെന്നും സ്തുതിച്ചിടുവേ. യേശുവേ നീ എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം തൃത്തടങ്ങളിൽ. യേശുവേ നീ എന്നെ എന്തും നടത്തുന്നതാ എന്തു ബോധമേതു നേരത്തും. യേശുവേ നീ എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം തൃത്തടങ്ങളിൽ. യേശുവേ നീ എന്നെ എന്നും നടത്തുന്നതാ എന്തു ബോധമേതു നേരത്തും. ജയത്തിൻ ഘോഷം ഉല്ലാസമേ, നീതിയുള്ളവന്റെ കൂടാരത്തിൽ നടത്തിരുന്ന ജയത്തോടെ എന്നുമെന്നും സ്തുതിച്ചിടാവുന്നു. ജയത്തിൻ ഘോഷം ഉല്ലാസമേ, നീതിയുള്ളവന്റെ കൂടാരത്തിങ്കൽ നടത്തിയിടും എന്നെ എന്നും ജയത്തോടെ എന്നുമെന്നും സ്തുതിച്ചിടുവേ. ജയത്തിൻ ഘോഷം ഉല്ലാസമേ, നീതിയുള്ളവന്റെ കൂടാരത്തിങ്കൽ നടത്തിയിടും എന്നെ എന്നും ജയത്തോടെ എന്നുമെന്നും സ്തുതിച്ചിടുവേ. യേശുവേ നീ എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം
ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഓർ തിങ്കിങ് അബൌട്ട് ഹെവൻ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ, അതിനു മുമ്പും അതിനെ ഒരു കൂട്ടം ചിന്തകന്മാരെടുത്ത് പുറത്ത് കളഞ്ഞു. അതോടുകൂടെ വിശ്വാസ ജീവിതത്തിന് മൂർച്ചയും അങ്ങ് പോയി. ഒരു കാലത്തെ പാട്ടുകളിൽ നല്ല ശതമാനം, ഒരുപാട് പാട്ടുകൾ മോക്ഷാനന്ദം എന്ന് ഉള്ള ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നു. മോക്ഷാനന്ദം, തിങ്കിങ് അബൌട്ട് ഇറ്റേണിറ്റി. അത് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതാണ്. പുൾപിറ്റിൽ നിന്ന് നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സർക്കാസ്റ്റിക്കായി ചിന്തിക്കുന്ന ഒരു സമൂഹം വളരെയധികം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഈ പ്രയാസമായിട്ട് തോന്നി പുൾപിറ്റ് പ്രീച്ചേഴ്സിന്. അപ്പോൾ അതങ്ങ് ഉപേക്ഷിച്ചു. അതങ്ങ് അവരുടെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാ ആഴ്ചയും വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്: വീണ്ടും വരുന്നവനായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും പ്രസംഗിക്കുന്ന സമയത്ത് അതൊക്കെ, കാരണം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിലതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളയാറുണ്ട്. എന്നാൽ അത് കളയും തോറും നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ച, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള ചിന്ത അത് പുതുക്കുന്നതിനിടയാകട്ടെ. വളരെ പ്രയാസമുള്ളൊരു വിഷയമാണ്. കാരണം അതിനെക്കുറിച്ച് പല കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഓർത്തുകൊള്ളണം, സീക്രട്ട് തിങ്സ് ബിലോങ്സ് ടു ദ ലോഡ്. രഹസ്യങ്ങളെല്ലാം ദൈവത്തിനുള്ളതാണ്. ആവർത്തനം 29:29 ഒരു നല്ല ഫയലാണത്. ആ ഫയൽ എന്തിനുപയോഗിക്കാമെന്നറിയാമോ? നമുക്ക് അങ്ങനെ മനസ്സിലാകാതെ അങ്ങ് രഹസ്യമായി കിടക്കുന്നത് ആ ഫയലിലങ്ങ് ഇട്ടേച്ചാൽ മതി. വെളിപ്പെട്ട് കിട്ടിയതുണ്ടല്ലോ, അതിൻ്റെ താഴോട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്: തിങ്സ് ദാറ്റ് ആർ റിവീൽഡ് ഈസ് ഫോർ അസ് ആൻഡ് അവർ ചിൽഡ്രൻ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാകുന്നതൊക്കെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവ്യക്തമായിട്ടുള്ളത് നമുക്ക് മാറ്റിവെക്കണം. കാരണം കർത്താവിൻ്റെ സമയത്ത് അത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഈ പ്രാവശ്യം ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു പുസ്തകമാണ് എടുക്കുന്നത്, ചാപ്റ്റേഴ്സായിട്ട് എടുക്കും മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ ഇപ്രാവശ്യം സിലക്റ്റഡ് സ്ക്രിപ്റ്റേഴ്സാണ്, ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല. കാരണം വിഷയം ആണ് നമ്മുടെ ആധാരം. അതുകൊണ്ട് സിലക്റ്റഡ് സ്ക്രിപ്റ്റേഴ്സ് പല ഭാഗത്തു നിന്നെടുത്ത് നിത്യതയെക്കുറിച്ച്, നിത്യരാജ്യത്തെക്കുറിച്ച്, കർത്താവിനോട് ഒന്നിച്ചുള്ള വിശ്വാസികളുടെ വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ ഭാവി പ്രത്യാശ ഒന്ന് ഉറപ്പിക്കാൻ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഥയാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഈ 2 വയസ്സായാലും 3 വയസ്സായാലും ഒരു രാജകുമാരിയെ രാജകുമാരൻ കണ്ടെത്തുന്നു, അവരൊന്നിച്ച് ജീവിക്കുന്നു. സാധാരണ ഇംഗ്ലീഷിൽ കഥ പറഞ്ഞു വരുമ്പോൾ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അങ്ങനെ കേട്ടങ്ങ് ഉറങ്ങി അങ്ങ് പോവുക. അപ്പോൾ ആ പ്രായത്തിലും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ, എവർ ആഫ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പഴയ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ കേൾപ്പിച്ച ഒരു ചെറു കഥ ഞാൻ ഓർത്തു. സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കുമെന്ന് എൻ്റെ വിചാരം. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എപ്പോഴും ഉറക്കുക. ഷീ വാസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഓൾസോ. എപ്പോഴും ഉറക്കുക. അവൾ ഉണരണമെന്നുണ്ടെങ്കിൽ ഏതോ ഒരു രാജകുമാരൻ വന്ന് അവളെ ചുംബിക്കണം. അപ്പോൾ ഷീ മസ്റ്റ് ബി ഗിവൺ ദ കിസ് ഓഫ് ലൈഫ്. അപ്പോൾ അവൾ ഉണരും. അപ്പോൾ ദീർഘവർഷങ്ങളായി ഈ പെൺകുട്ടി കിടന്ന് ഉറക്കമാണ്. അപ്പോൾ ഒരിക്കലും ഒരു രാജകുമാരൻ വന്നു, ഒരു ചുംബനം കൊടുത്തു. ആ ചുംബനത്തോടുകൂടെ അവൾ ഉണർന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും കഥ അവസാനിക്കുന്നത് പോലെ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഞാൻ ഓർത്ത് ഇത്ര അർത്ഥവത്തായ ഒരു കഥയായി. ആത്മീകമായി ഉറങ്ങിക്കൊണ്ടിരുന്ന
എല്ലാം ബ്യൂട്ടി ആയിരുന്നെന്ന് പറയത്തില്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ പാപമംഗലമായ ജീവിതം കൊണ്ട് തകർന്നു പോയ അനേക ജീവിതങ്ങളെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കുതിരപ്പുറത്തല്ല വന്നത്, കഴുതപ്പുറത്താണ് വന്നത്. ഒരു രാജകുമാരൻ കയറി വന്നു. ആൻഡ് ഹി ഗേവ് എ കിസ് ഓഫ് ലൈഫ്. ഒരു ജീവൻ്റെ ചുംബനം തന്നു. ഇനിയും പറയാൻ പോകുന്നത് കഥയിൽ പറഞ്ഞത് ശരിയല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പറയാൻ പോകുന്നത് വളരെ പരമാർത്ഥമാണ്. They lived happily ever after. അപ്പോൾ നിത്യതയെക്കുറിച്ച് കർത്താവ് നമുക്ക് ഭാഗ്യകരമായ ഉറപ്പ് തന്നിരിക്കുന്നു. റോമാലേഖനം 12:12 പറഞ്ഞിരിക്കുന്നു, നാം ആശയിൽ സന്തോഷിക്കണം. റിജോയ്സിങ് ഇൻ ഹോപ്പ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശയിൽ സന്തോഷിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ഹൃദയത്തിനകത്തൊരു ആശ തന്നിട്ടുണ്ട്. ആ ആശയിൽ, പ്രത്യാശയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോണ്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ബിരുദം എന്ന് പറയുന്നത് ടൈറ്റ് റോപ്പ് വാക്കർ എന്ന് പറയും. ഒരു വലിയ കമ്പി വലിച്ചു കെട്ടിയാൽ ആ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കാൻ പോയാൽ ഈ ഉയരത്തിൽ നയാഗ്രയുടെ എക്രോസ് പോലും അദ്ദേഹം കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ നല്ല താലന്താണ് ബ്ലോണ്ടൻ. അദ്ദേഹം നടക്കും, എല്ലാവർക്കും ആകർഷണീയമാണ്, എല്ലാവരും അഭിനന്ദിക്കും. എങ്ങനെ ഇത് സാധിക്കും? ഇപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത്രയും ഉയരത്തിൽ ഒരു ചെറു കമ്പിയിൽ കൂടെ നടക്കുന്നത് എങ്ങനെ? ഹൗ ഡു യു വാക്ക്? ഹൗ ഡു യു ഗെറ്റ് അക്രോസ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലുക്ക് അറ്റ് ദാറ്റ് ഗോൾഡൻ സ്റ്റാർ അറ്റ് ദി എൻഡ്. ഞാൻ ഈ കമ്പി വലിച്ച് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു തിളങ്ങുന്ന നക്ഷത്രം വെക്കും. ഈ കമ്പിയെ കയറുമ്പം മുതൽ താഴെയുള്ള ആളുകളെയോ താഴോട്ടുള്ള ആഴമോ ഉയരമോ ചുറ്റുപാടോ ഒന്നും ശ്രദ്ധിക്കത്തില്ല. മൈ ഐസ് ആർ ഓൺ ദാറ്റ് ഗോൾഡൻ സ്റ്റാർ. വീഴാതെ അക്കരെ എത്തുന്നതിൻ്റെ രഹസ്യം, ആ മനുഷ്യൻ്റെ ദൃഷ്ടി തിളങ്ങുന്ന നക്ഷത്രത്തിലാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഞാൻ തന്നിരിക്കുന്നു. വാക്ക് ശ്രദ്ധിച്ചോ, ജീവനും ഭക്തിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാം ലൈഫിന് ആവശ്യമായിട്ടുള്ളതുണ്ടോ കർത്താവ് പാക്കേജിൽ തന്നിട്ടുണ്ട്. ആ പാക്കേജിൽ തന്നിട്ടുള്ള വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് ഭാവിയിലുള്ള നമ്മുടെ പ്രത്യാശ. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സ്ഥലം, നിത്യമായിട്ടുള്ള ജീവൻ, സ്വർഗീയ വാസം, മോക്ഷപുരി, ഇത് നമ്മുടെ ഗോൾഡൻ സ്റ്റാറാണ്. അപ്പോൾ വിശ്വാസികൾ ദൈനംദിനം ജീവിക്കുമ്പോൾ അവിടേക്ക് നോക്കണം. അവിടെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും. ഇത് കണ്ടംപ്ലേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ കഴിയാതെ പോകുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്രകാരം നാം സഭാപ്രസംഗിയിൽ വായിക്കുന്നു. സഭാപ്രസംഗി 3:11 അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. God has put set eternity in the hearts of men. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിത്യത, ഇറ്റേണിറ്റി അവൻ്റെ ഹൃദയത്തിൽ വെച്ചു. അതുകൊണ്ടാണ് വിവിധ ആളുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും വിദ്യാസമ്പന്നരായാലും ഒരുപക്ഷേ അങ്ങ് ഉൾപ്രദേശത്ത് താമസിക്കുന്നവരായാലും അവരുടെ എല്ലാം ഉള്ളിൽ ഈ ആയുസിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. ദർ ഈസ് ഓൾവേസ് എ തിങ്കിങ്, ഇതിനപ്പുറത്ത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 15:19 ഈ ആയുസ്സിൽ മാത്രം
നാം പ്രത്യാശയുള്ളവരെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. എൻ്റെ അർത്ഥം, ഈ ലോകത്തിൽ അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഒരു അരിഷ്ടത കൊണ്ട്, ഇറ്റ്സ് മിസറി, ലൈഫ് ഓഫ് മിസറി. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി തന്നിരിക്കുന്നൊരു കാര്യമാണ് ഭാവിയെക്കുറിച്ചുള്ള ഭാഗ്യകരമായ പ്രത്യാശ. അവർ ഫ്യൂച്ചർ ഈസ് വെരി ബ്രൈറ്റ്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ വിശ്വാസം നിറയുകയാണ്, എൻ്റെ ഭാവി വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും എൻ്റെ ജീവിത യാത്ര മനോഹരമായി തീരും. അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഇതിനപ്പുറത്ത് എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, എന്താണെന്നൊന്ന് എത്തി നോക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവും. ഇഫ് ദർ ഈസ് സംതിങ് ബിയോണ്ട്, നമ്മളെല്ലാം എന്തെങ്കിലും മറച്ചു വെച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനപ്പുറത്ത് എന്താണെന്ന് അറിയാൻ നമുക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്. സോ വെൻ യു നോ ദർ ഈസ് സംതിങ് ബിയോണ്ട്, വി വാണ്ട് ടു നോ. അപ്പോൾ വാസ്തവത്തിൽ ബുദ്ധിയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കും. വേർ ഈസ് ഇറ്റ്? കർത്താവ് ഒരു മനുഷ്യനെ ഫൂളെന്ന് വിളിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലാണ്. സമ്പത്തൊക്കെ ഉണ്ടാക്കി, കളപ്പുരയൊക്കെ അങ്ങോട്ട് വിളഞ്ഞിട്ട് ധാരാളം ധാന്യം വിളഞ്ഞു കഴിഞ്ഞപ്പോൾ കളപ്പുരയൊക്കെ പൊളിച്ചു പണിതു. വെരി സ്മാർട്ട് മാൻ, ഹാർഡ് വർക്കിംഗ് മാൻ. എന്നാൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ജീവിതത്തിനപ്പുറത്ത് എന്തുണ്ടെന്നുള്ളതൊന്ന് എക്സാമിൻ ചെയ്തിരുന്നെങ്കിൽ, അപ്പുറത്ത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇപ്പുറത്ത് ഈ കളപ്പുരയിലുള്ളതും തൻ്റെ ജീവിതത്തെക്കുറിച്ചും വേറൊരു കാഴ്ചപ്പാടുണ്ടായേനെ. നമ്മളവർക്ക് ഇപ്പുറത്തെ ബിസിനസ് സക്സസ്ഫുൾ ആയത് തെറ്റായെന്നല്ല, സക്സസ്ഫുൾ ബിസിനസ്സും തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞേനെ. ദാറ്റ് ഈസ് വൈ ജീസസ് കോൾഡ് ഹിം എ ഫൂൾ. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് കേൾക്കുന്നത് ആവശ്യമാണ്, പാടുന്നത് ആവശ്യമാണ്. നിത്യത നമ്മുടെ ലക്ഷ്യമാകണം. അതാണ് നമ്മുടെ ഭവനം. ദാറ്റ് ഈസ് അവർ ഹോം. എത്ര മനോഹരമായതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഇതിനെ സമീപിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്, ആധാരമായി നമ്മൾ ഉപയോഗിക്കുന്നതിന് യാഥാർത്ഥ്യത അല്ലെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സംതിങ് ട്രൂ, സത്യമായിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി അപ്രോച്ച് വിത്ത് ദ ബൈബിൾ ഇൻ അവർ ഹാൻഡ്സ്. ദൈവവചനമായി മാത്രമേ ഭാവിയെക്കുറിച്ച് നാം പഠിക്കാനായി ശ്രമിക്കാവൂ. ആഫ്റ്റർ ലൈഫ് എക്സ്പീരിയൻസ്, ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചവരുടെ ഒരുപാട് കഥകളും പുസ്തകങ്ങളുമുണ്ട്. സ്വർഗത്തിൽ പോയതും മടങ്ങി വന്നതും ഒക്കെ എന്തെല്ലാം കഥകളുണ്ടെന്നറിയാവും. അതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നതിന് നല്ലതാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിത വിശ്വാസത്തിന് ആധാരമാക്കരുത്. വിശ്വാസത്തിന് ആധാരമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. നിത്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവം തൻ്റെ വചനത്തിൽ അത് നമുക്ക് ആവശ്യമുള്ളത്, നാം അറിയേണ്ടത് നമുക്ക് നൽകിയിട്ടുണ്ട്. 550 പ്രാവശ്യം ഏകദേശം സ്വർഗം എന്നുള്ളത് വേദപുസ്തകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അബൌട്ട് 550 ടൈംസ്. എന്തുകൊണ്ടാണ് ഈ നിത്യതയെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്? എൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, നാം ഇപ്പോൾ പാർക്കുന്ന ലോകം നീങ്ങിപ്പോകുന്നതും നശ്വരവുമാണ്. ഇറ്റ് പാസസ് അവേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണല്ലോ അബൈഡ് വിത്ത് മീ. അതിൻ്റെ ഒരു ചരണം എങ്ങനെയാണ്? ചുറ്റിലും കാണുന്നു മാറ്റം കേടുമെന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ആൻഡ് ഡീക്കേ ഓൾ അറൗണ്ട് ഐ സീ. ചുറ്റുപാട് നോക്കുമ്പോൾ ഒന്നേ കാണാനുള്ളൂ, ചേഞ്ച്, മാറ്റങ്ങളാണ് കാണുന്നത്. അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയെ അടക്കാൻ വേണ്ടി ഒരു കല്ലറ അന്വേഷിച്ചു പോകും. 127 വർഷക്കാലം തൻ്റെ കൂടെ ജീവിച്ചു. 127 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. വളരെ സുന്ദരിയായിരുന്നെന്നാണ് തിരുവചനം പറയുന്നത്. രാജാവ് പോലും ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ 127 വയസ്സുള്ളവളായി സാറ മരിച്ചു.
നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഈ ലോക ജീവിതം എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, ദാവീദ് എത്ര വീരനായ മനുഷ്യനായിരുന്നില്ലയോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകും. 102-ാം സങ്കീർത്തനത്തിലാണ്. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. സങ്കീർത്തനം 39:4, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് അറിയുമാറാകട്ടെ. വൈ ഡു വി തിങ്ക് അബൌട്ട് ഹെവൻ? സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ഈ ആയുസ് അല്പമേ ഉള്ളൂ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അതേ സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, 39-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. വൈ ഡു വി തിങ്ക് അബൌട്ട് ഹെവൻ? ബിക്കോസ് ഓൾ വാട്ട് വി സീ അറൗണ്ട് അസ് ആർ ചേഞ്ചിങ്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. 1 യോഹന്നാൻ 2:17. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ യാത്ര ചെയ്യുന്ന ഒരു പരദേശി, ഒരു പിൽഗ്രിമിനോടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാം വായിക്കുന്നു 13-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ. പരദേശിയായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. വി ഡോണ്ട് ഹാവ് എൻ അബൈഡിങ് സിറ്റി. ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്, ഇവിടെ നിലനിൽക്കുന്നതില്ല. സോ വി ആർ സീക്കിംഗ് സംതിങ് ദാറ്റ് അബൈഡ്സ്. നിൽക്കുന്ന എന്തിനെയോ ഞാനും നിങ്ങളും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അന്വേഷണത്തിൽ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കണം. ദർ ഈസ് ഗോയിങ് ടു ബി എൻ അബൈഡിങ് സിറ്റി. ദൈവം അതിനെ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പറഞ്ഞു തന്നിരിക്കുന്നു. 2, ഇവിടെ നിലനിൽക്കുന്നതില്ലെങ്കിലും നാൾതോറും നാം മുന്നോട്ട് പോകുന്നത് നിലനിൽക്കുന്ന നഗരത്തിലേക്കാണ്. നിത്യതയിലേക്ക് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിത്യത നിശ്ചയമാണ് 2 തരത്തിൽ. ഒന്നുകിൽ ദൈവത്തോടു കൂടെ, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള, വിതൗട്ട് ഗോഡ്, അതിന് ഹെൽ അല്ലെങ്കിൽ നരകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഏതായാലും നിത്യതയാണ് നമുക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. either with the presence of God or without the presence of God. Eternity is sure. എല്ലാ മനുഷ്യനും ഒരു നിത്യതയിലേക്ക്, ഒരു ഇറ്റേണിറ്റിയിലേക്ക് നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ആവശ്യം അത്രയും. വാസ്തവത്തിൽ നാം ജീവിക്കുന്നത് ഒരു മരണമുള്ള ലോകത്തിലും മരണമില്ലാത്ത ലോകത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് വി ആർ ഇൻ എ ലിവിങ് വേൾഡ്. ഇപ്പോൾ നാം പാർക്കുന്നത് ജീവനുള്ള സ്ഥലത്താണ്. ഇനി നാം പോകാൻ പോകുന്നത് അത് ജീവനിൽ അറ്റുപോകുന്ന സ്ഥലത്തേക്കെന്ന അല്ല. ആക്ച്വലി വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഡൈയിങ്, ബട്ട് വി ആർ മൂവിങ് ഇൻ ടു എ വേൾഡ് വിച്ച് ഈസ് ഗോയിങ് ടു ലിവ്. ജീവിക്കുന്ന ജീവനുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും നീങ്ങുന്നത് എന്നോർക്കും. 3ാമത്, നിത്യതയെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രസക്തി. പലപ്പോഴും കേൾക്കാറുള്ളൊരു വാചകമുണ്ട്, ഈ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്നതിന് വിരുദ്ധമായി പറയുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ യു ക്യാൻ ബിക്കം സോ ഹെവൻലി മൈൻഡഡ് ദാറ്റ് യു ആർ ഓഫ് നോ എർത്ത് യൂസ്. വളരെ സ്വർഗീയമായ മനസ്സ് നിറഞ്ഞിട്ട് ഭൗമികമായി ഒരു പ്രയോജനമില്ലാത്ത പൗരന്മാരാക്കി തീർക്കരുതെന്ന് പറയും. എന്നാൽ സഭാചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം. ഈ ഭൂമിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ഇന്ന് ജീവിച്ചിട്ടുള്ളവരാണ്. ഈ ലോകത്തിൻ്റെ ധന്യതയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളവർ പ്രയോജനകരമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വരാനൊരു ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഓൾവേസ് ലിവ് പ്രോഫിറ്റബിളി. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു സമയമുണ്ട്, കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നു, വരുവാനുള്ള ലോകത്തിലെ ജീവൻ നാം ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിന് ആധാരമായിട്ടാണ്. വാട്ട് എവർ വി ഡു നൗ
will be very, very important in the life to come. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുന്നതൊക്കെയും വളരെ റെലവൻ്റ് ആയിരിക്കും, വരാനുള്ള ജീവിതത്തിൽ വളരെ പ്രസക്തമായിരിക്കും എന്നോർക്കണം. ഞാനൊരു വാക്യം വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, നമുക്ക് വരാനുള്ളൊരു ജീവിതമുണ്ട്. ബട്ട് അവർ ഫ്യൂച്ചർ ഡേ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ആർ അറ്റ് പ്രസൻറ്റ്. ഇന്ന് നാം ചെയ്യുന്ന, അപ്പോൾ ഓർക്കണം, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇന്നുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ടുഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണല്ലോ വിശ്വാസിക്ക് പല രീതിയിലും അത് സന്തോഷവുമായിട്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന സകലതും നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. റോമാലേഖനം 8:28-29 പലപ്പോഴും നാം ഉപയോഗിക്കാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് അവിടെ അവസാനിക്കുന്നില്ല. അത് തൻ്റെ പുത്രനോട് അനുരൂപമാക്കുവാൻ, വാട്ട് എവർ ഹാപ്പൻസ് ടുഡേ, നമ്മെ അങ്ങോട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും ചെല്ലുമ്പോൾ അവൻ്റെ പുത്രനോട് അനുരൂപരാക്കുവാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതം ഭാവികാല ജീവിതത്തിന് പ്രസക്തമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവത്തോടുകൂടെ വസിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്. ഇനി നോക്കിക്കാട്ടെ, എങ്ങനെയാണ് ഇതിനെ പഠിക്കേണ്ടത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ 3 മേഖലയായി തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമാലേഖനം 8:30-29 പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അവൻ്റെ പുത്രനോട് അനുരൂപരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പെട്ടെന്ന് ഒരു ചിന്ത കൊണ്ടുവരികയാണ്. മുന്നറിഞ്ഞവരെ വിളിച്ചു. 8:30 വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. 3 സ്റ്റേജസ്. അതിനെ 3ആയിട്ട് തരംതിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വി ഹാവ് എ ഗുഡ് ലൈഫ്, വി ഹാവ് എ ബെറ്റർ ലൈഫ്, ആൻഡ് വി വിൽ ഹാവ് എ ബെസ്റ്റ് ലൈഫ്. ഇപ്പോൾ നമുക്കൊരു നല്ല ജീവിതം, വി വിൽ ഹാവ് എ ബെറ്റർ ലൈഫ് ആൻഡ് വി വിൽ ഹാവ് ദ ബെസ്റ്റ് ലൈഫ്. ഇപ്പോഴുള്ള ക്രിസ്തീയ ജീവിതം നല്ല ജീവിതമാണ്. എൻ്റെ ഫാദർ ചിലപ്പോൾ ആർഗ്യുമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇനി അഥവാ സ്വർഗമില്ലെങ്കിൽ തന്നെ, അദ്ദേഹം സ്വർഗമില്ലെന്ന് പറഞ്ഞ ആളല്ല, ചില കാര്യങ്ങൾക്ക് ഒരു ആക്കം കൊടുക്കാൻ, ഒരു എംഫസിസ് കൊടുക്കാൻ പറയുന്നതാണ്. ഈവൻ ഇഫ് ദർ ഈസ് നോ ഹെവൻ, കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം കർത്താവിനോടുകൂടെ ജീവിക്കുന്നതിൻ്റെ ചില ധന്യതകൾ നമുക്കുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ കർത്താവിൻ്റെ വകയായി, കർത്താവുമായി ബന്ധത്തിൽ ഉടമ്പടി ചെയ്ത വിശ്വാസിക്ക് ഈ ഭൂമിയിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ, സകല ആത്മീക അനുഗ്രഹങ്ങൾ, ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ദ ഹെവൻലീസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ ഭാഷയിൽ, ഹെവൻലീസ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ഹെവൻലി ലൈഫ് ഉണ്ടില്ലേ ഈ ഭൂമിയിൽ? വി ഹാവ് എ ഹെവൻലി ലൈഫ്. സ്വർഗത്തിലായില്ല, നമുക്കിനിയും ഒരു ബെറ്റർ ലൈഫ് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു ബെസ്റ്റ് ലൈഫും വരാനിരിക്കുന്നേ ഉള്ളൂ. ബട്ട് വി ഹാവ് എ ഗുഡ് ലൈഫ് നൗ. ഇപ്പോഴൊരു നല്ല ജീവിതമുണ്ട്. ആ നല്ല ജീവിതം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാണ്. ഇനി നോക്കിക്കാട്ടെ, അതേ പുസ്തകത്തെ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വാക്യം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ
വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, അപ്പോസ്തലന്റെ ഭാഷ പറയാൻ പോവാ, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെന്ന്. We are seated in the heavenlies, blessed with all the heavenly blessings. സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചു. വിശ്വാസിയെ ഇപ്പോൾ ആത്മീയമായി എവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സോ എക്സ്പീരിയൻസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവിക മഹത്വത്തിൻ്റെ ഒരു ഫോർടേസ്റ്റ്, ഒരു രുചി ഇപ്പോഴേ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ സന്തോഷത്തിൻ്റെ ഒരു കൊച്ചു നിഴൽ വിശ്വാസിയുടെ ഹൃദയത്തിലും അവൻ്റെ ജീവിതാനുഭവത്തിലും കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിലെ സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു നിഴൽ വിശ്വാസിയുടെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും നൽകിയിട്ടുണ്ട്. പവർ ഓഫ് ഹെവൻ, സ്വർഗത്തിലെ ശക്തിയുടെ ഒരു ചെറിയ നിഴൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ആർ നോട്ട് ഇൻ ഹെവൻ, നാം സ്വർഗത്തിലല്ല, ബട്ട് വി ആർ ഇൻ ദ ഹെവൻലീസ്, സ്വർഗീയമായ അനുഭവത്തിലാണ്. കാരണം കർത്താവുമായുള്ള ബന്ധത്തിൽ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് അംശികളായി തീർന്ന ദൈവമക്കൾ, ദിവ്യ സ്വഭാവത്തിന്, ഡിവൈൻ നേച്ചർ നമുക്ക് അനുഭവമാകുമ്പോൾ വി ഹാവ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ ഫേവർ ഓഫ് ഗോഡ്, ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് ലൈഫ്. അങ്ങനെ ഒരു ജീവിതം വരാൻ കാരണം സ്വർഗത്തിലല്ലെങ്കിലും സ്വർഗത്തിലെ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ദൈവവൈതലാണ് ഇന്നത്തെ വിശ്വാസി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാനും നിങ്ങളും സ്വർഗത്തിലല്ലെങ്കിലും സ്വർഗത്തിലെ രാജാവിൻ്റെ ലോഡ്ഷിപ്പിൻ, കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. വി ആർ അണ്ടർ ദ ലോഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നാം ഇപ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. റോമാലേഖനം 14:17 പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. വൈ? സ്വർഗരാജ്യത്തിലല്ല, എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. ഇപ്പോഴത്തെ ഗുഡ് ലൈഫിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വി ആർ എൻജോയിങ് ദ ഗുഡ് ലൈഫ്, ഓൾദോ വി ആർ നോട്ട് ഇൻ ദ ഹെവൻസ്, വി ആർ അണ്ടർ ദ ലോഡ്ഷിപ്പ് ഓഫ് ദ കിങ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ രാജാവിൻ്റെ കീഴിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സ്വർഗീയ അനുഭവത്തിൻ്റെ ഒരു ഷാഡോ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സന്തോഷം, സമാധാനം, ജൈവിക ശക്തി, ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ ഭദ്രത അനുഭവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് കർത്താവിൻ്റെ രാജ്യത്തിലായി തീർന്നിരിക്കുന്ന വിശ്വാസ സമൂഹം. സോ വി ആർ ഹാവിങ് എ ഗുഡ് ലൈഫ്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഗുഡ് എന്ന് പറയണം. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലും സ്തോത്രം ചെയ്തതിൻ്റെ കാരണം കർത്താവിൻ്റെ ഫേവറിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് ലൈഫ് ബിക്കോസ് വി ആർ അണ്ടർ ദ ലോഡ്ഷിപ്പ് ഓഫ് ദ കിങ് ഓഫ് ഹെവൻ. എന്നാൽ നമുക്കൊരു അല്പം കൂടെ മേത്തരമായിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:23 ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. പറഞ്ഞിരിക്കുന്നത് അത് അത്യുത്തമം അല്ലോ, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. ആ വാക്ക് കേട്ടോ, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. സോ ഇറ്റ് ഈസ് ഗുഡ് നൗ, ബട്ട് ഇറ്റ് ക്യാൻ ബി ബെറ്റർ. ഇപ്പോൾ നല്ലതാണ്, പക്ഷെങ്കിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഇപ്പോൾ ഈ ലോകത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നത് ദൈവരാജ്യത്തിലുള്ള സന്തോഷകരമായ ജീവിതമാണ്. ഇറ്റ്സ് വണ്ടർഫുൾ. എന്നാൽ വിശ്വാസിക്ക് ഇതിനേക്കാൾ ബെറ്റർ ഒരു ലൈഫ് വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിനോടുകൂടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ, അത്യുത്തമമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നുള്ള നല്ല ജീവിതത്തിന് അപ്പുറത്ത് ദൈവം നമുക്ക് എ ബെറ്റർ ലൈഫ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, ദേ ആർ ഹാവിങ് എ ബെറ്റർ ലൈഫ്. ദുഃഖിക്കാത്തതിൻ്റെ കാരണം എന്നാ? മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാത്തതിൻ്റെ കാരണം അവർ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചതിനേക്കാൾ, നമ്മളതിനെക്കുറിച്ചൊക്കെ പിന്നീട് അല്പം വിശാലമായി ചിന്തിക്കും, ദേ ആർ ഹാവിങ് എ ബെറ്റർ ലൈഫ്.
അല്പം കൂടെ മേത്തരമായതാണ്. കാരണം അപ്പസ്തലനായി പറഞ്ഞു അത് ലാഭകരമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടും കൂടെ ഇരിക്കുന്നത് അത്യുത്തമം അല്ലോ. സോ ഇറ്റ്സ് എ ബെറ്റർ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ വേർപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വർഗീയമായ അനുഭവം അത്യുത്തമമാണ്. എന്നാൽ ഇതിനപ്പുറത്ത് ഏറ്റവും നല്ലൊരു അനുഭവം ശേഷിപ്പിച്ചിരിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. സോ ഫ്രം ദ പ്രസൻറ്റ് ഹെവൻ ടു ദ ന്യൂ ഹെവൻ ദൈവം നമുക്കൊരു വലിയ ജീവിതം വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കാനാണ് 21-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം വായിച്ചത്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ നിന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കണം. യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം വായിച്ചാൽ എൻ്റെ വിചാരം 10 വാക്യം കഴിയുമ്പോൾ പേജ് മറിക്കുമെന്നാണ് എൻ്റെ വിചാരം. കാരണം വായിക്കുമ്പോൾ ആ വാക്കുകൾ കണ്ടങ്ങ് മടുക്കും, മനസ്സിലാകാത്തത് കൊണ്ട് മടുക്കും. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഇനിയും കമൻട്രി നോക്കിയാലും വളരെ ചുരുക്കമാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ചാപ്റ്റർ. 21-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം അല്പം കൂടെ ബെറ്ററാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ലൈഫ്. ഭൂവിൽ സ്വർഗജീവിതം. ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം സൃഷ്ടിക്കുന്ന ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. അപ്പോൾ നാം എവിടേക്കാ അവസാനമായി ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്ന് ചോദിച്ചാൽ ആ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അവിടെ ജീവിക്കാനായി ഫോർ ദാറ്റ് വെരി ബെസ്റ്റ് ലൈഫ് ആൻഡ് ദ ഹെവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ റിയൽ പ്ലേസ്. സ്വർഗത്തെ ഒന്ന് വിശേഷിപ്പിച്ച് പറയട്ടെ, വിവിധ കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കും. ഇറ്റ് ഈസ് എ റിയൽ പ്ലേസ്. ഇതിന് കാരണമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഇത് എവിടെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഏതായാലും 1-2 കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. എവിടോ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടോ വേദപുസ്തകത്തിൽ പറഞ്ഞിടത്തെല്ലാം, ഞാനിത് അങ്ങ് കടുംപിടുത്തമില്ല എങ്കിലും എല്ലാം സ്വർഗം ഉയരത്തിൽ എന്നുള്ള ചിത്രീകരണത്തോടു കൂടിയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. 103-ാം സങ്കീർത്തനത്തിൻ്റെ 11 ആകാശം ഭൂമിക്ക് മീതെ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിലും ആസ് ഹെവൻ ഈസ് അബവ് ദി എർത്ത്. ആവർത്തന പുസ്തകം 26:15 നിൻ്റെ വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കിയെന്നാണ് മലയാളത്തിൽ, ലുക്ക് ഡൗൺ എന്നാണ് ഇംഗ്ലീഷിൽ. ആവർത്തന പുസ്തകം 30:12 ആർ സ്വർഗത്തിൽ കയറും, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം സ്വർഗത്തിൽ കയറിയാൽ, ഇഫ് ഐ ഗോ അപ് ടു ഹെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ആരോഹണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ടേക്കൺ അപ്പ്. അപ്പോൾ വാസ്തവത്തിൽ അതിൽ കൂടെ നമുക്ക് മനസ്സിലാകും സംവെയർ അപ്പ് ഇൻ ദ ഹെവൻ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ശരീരത്തോടുകൂടിയോ ശരീരം കൂടാതെയോ ഇത് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഐ വാസ് ടേക്കൺ ടു ദി 3rd ഹെവൻ. വാസ്തവത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ നാം കാണുന്ന ഒരു ആകാശവിധാനമുണ്ട്. അവിടെ മഞ്ഞും മഴയും ഒക്കെ വീഴുന്ന സ്ഥലം, പക്ഷികളൊക്കെ പറക്കുന്ന സ്ഥലം, ദാറ്റ് ടെറസ്ട്രിയൽ ഹെവൻ. അതിനപ്പുറത്തൊരു നക്ഷത്രഗോളമുണ്ട്, ദ ടെലസ്റ്റിയൽ ഹെവൻ. ഈ ഭൂഖണ്ഡം, ഈ സകല യൂണിവേഴ്സും എല്ലാം അതിനപ്പുറത്ത്, ഇതിനെല്ലാം അപ്പുറത്ത് ഒരു ടെലസ്കോപ്പും കണ്ടിട്ടില്ലാത്ത ആ സ്ഥലത്തിനപ്പുറത്ത് there is the celestial heaven.
ഓരോ പേടകങ്ങളൊക്കെ അയച്ചാൽ അനേക വർഷങ്ങളായിട്ടും ചിലയിടത്തെങ്ങും ചെന്നിട്ടില്ല. അപ്പോൾ ഇതിനപ്പുറത്ത് എന്ന് പറയുമ്പോൾ അതിന് അപ്പുറത്ത്. അപ്പോൾ എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിക്കുന്നു, ആകാശവിധാനം അതിനപ്പുറത്ത്, നക്ഷത്രഗോളം അതിനപ്പുറത്ത്, ദ തേർഡ് ഹെവൻ വളരെ ദൂരെയാണ്. എങ്ങനെ എത്തുമെന്ന് ഭാരപ്പെടേണ്ട. കണ്ണിമയ്ക്കുന്ന ഇടയിൽ നിന്ന് തിരുവചനം പറയുന്നു. ഹൗ ഡസ് ഇറ്റ് വി ഡോണ്ട് നോ. ദൈവം ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. ബിക്കോസ് ഗോഡ് ഈസ് ഗോഡ്, ഹി വിൽ ഡു ഇറ്റ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ദൈവത്തിന് സകലവും സാധ്യമാണ്. അപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന മൂന്നാം സ്വർഗം, ആ ഒരു വലിയ സ്വർഗം നമുക്ക് വേണ്ടി, ദ ഹയസ്റ്റ് ഹെവൻ. നോക്കിക്കാട്ടെ, ഇപ്രകാരമാണ് ശലോമോൻ അതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും. കണ്ടോ വാക്ക്? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8:27 അത് നാം വായിക്കും. അതുകൊണ്ട് ഇതൊരു വാസ്തവത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. പർദീസ എന്ന് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ദ പാരഡൈസ്. പർദീസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എ വേൾഡ് പാർക്ക് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു സ്ഥലമെന്നാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, കർത്താവ് നമുക്ക് ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നോക്കി പാർത്തിരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും, കണ്ടോ, നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണം. അപ്പോൾ എ സിറ്റി ഹൂസ് മേക്കർ ആൻഡ് ഫൗണ്ടേഷൻ ഈസ് ഗോഡ്. അപ്പോൾ നമുക്ക് ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്യണം. നമുക്ക് ഒരുക്കിയിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ആ പട്ടണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പട്ടണം എന്ന് പറയുമ്പോൾ അത് ഭദ്രതയുള്ള സ്ഥലമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ പട്ടണം എന്ന് പറയുമ്പോൾ വേണ്ടുന്നതെല്ലാം കരുതപ്പെട്ടൊരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സോ ഇറ്റ് ഈസ് എ റിയൽ പ്ലേസ്. 2, ഇറ്റ് ഈസ് എ റിസൈഡിങ് ആൻഡ് എ റെസ്റ്റിംഗ് പ്ലേസ്. പാർക്കുന്ന സ്ഥലം, വിശ്രമിക്കുന്ന സ്ഥലം. സ്വർഗത്തെക്കുറിച്ച് തിരുവചനം അങ്ങനെയാണ് പറഞ്ഞത്. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ വിശ്വാസ ജീവിതത്തിലുള്ള ഒരു സ്വസ്ഥതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് അവനൊരു സ്വസ്ഥത ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമുക്കൊരു റിയൽ റെസ്റ്റ്. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ അവരവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സോ ഇറ്റ് ഈസ് എ റിസൈഡിങ് ആൻഡ് എ റെസ്റ്റിംഗ് പ്ലേസ്. അതിനെക്കുറിച്ചാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ പ്ലേസ് ഫോർ യു. ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്യണം, ഇല്ലയോ? യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ പ്ലേസ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. സോ ഇറ്റ്സ് എ റിയൽ പ്ലേസ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റിസൈഡിങ് ആൻഡ് റെസ്റ്റ്. നമുക്കത് ഒരുക്കിയിരിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. 3-ാമത്, ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് പ്ലേസ്. മനോഹരമായ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിച്ചപ്പോൾ എന്തോ മനസ്സിലായി. എനിക്കെന്തോ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രത്യേക രത്നങ്ങളുടെയും ഒക്കെ ഒരു വലിയ പട്ടികയായില്ലയോ. ഒറ്റ കാര്യം മനസ്സിലായി, ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്ലോറിയസ്. എഴുത്തുകാരന് കണ്ടിട്ട് ഏതാണെന്ന് തറപ്പിച്ച് പറയാൻ കഴിയാതെ പലതും ഇന്നതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡസൻറ്റ് നോ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, അതിമനോഹരം യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നു. വാട്ട് ഈസ് ദ ബ്യൂട്ടി?
ഗ്ലോറി ഓഫ് ഗോഡ്. ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വലിയ പ്രകാശത്തിൽ ദൈവ തേജസ്. അതിൻ്റെ ജ്യോതിസിനെ കുറിച്ച് 21:10-11 നോക്കിക്കാട്ടെ. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി. ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി. ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്റ്റോൺസിൻ്റെ എല്ലാം പറഞ്ഞപ്പോൾ മാച്ചിങ് ആയിട്ട് അവിടെ ചേരത്തൊക്കെ വണ്ണം ഇവിടെ നിന്നൊന്നും ഓർണമെൻറ്റ്സ് കൊണ്ടുപോകരുതേ. ഒരു കാര്യം മനസ്സിലാകും, അവിടെ ചെല്ലുമ്പോൾ യു ജസ്റ്റ് കനോട്ട് കമ്പയർ. എടുത്ത് വലിച്ചെറിയാനായിട്ട് തോന്നുന്നു. ഇറ്റ്സ് ഗോയിങ് സോ ബ്യൂട്ടിഫുൾ. ഏറ്റവും വിലയേറിയ രത്നം, ഏറ്റവും വിലയേറിയ രത്നം. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്ലോറിയസ് ഇൻ ബ്യൂട്ടി. ഈ ലോകത്തിൻ്റെ ചില സൃഷ്ടിപ്പിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണങ്ങ് സന്തോഷിക്കുകയല്ലേ. ഒരു ദിവസം ദൈവം നമുക്ക് തരുന്ന പുതുശരീരം, തേജസ്സുള്ള ശരീരവുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹര ദേശം, മനോഹരമായ കനാൻ ദേശം, പുത്തൻ യെരൂശലേം പട്ടണം, അതെത്രമാം ശോഭിതം അക്കരെ. വി കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് എക്സാക്ട്ലി. ഒരു കാര്യം അറിയാം, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്ര മനോഹരമായി കർത്താവ് നമുക്ക് ഒരുക്കുന്നു. 2, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിയസ് ഇൻ സൈസ്, നോട്ട് ഓൺലി ഗ്ലോറിയസ് ഇൻ ബ്യൂട്ടി. അതിൻ്റെ തേജസ്സിൽ വലുതാണെന്ന് മാത്രമല്ല, അതിൻ്റെ വലിപ്പത്തിലും വലുതാണ്. 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ജസ്റ്റ് എ ക്യൂബ് ഇല്ലേ, ജസ്റ്റ് എ ക്യൂബ്. അതിനകത്തുനിന്നൊരു ചെറിയൊരു ധ്വനിയുണ്ട്. പഴയ നിയമ മന്ദിരം ഉണ്ടാക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹോളി ഓഫ് ഹോളീസ്. അവിടെയാണ് ദൈവസാന്നിധ്യം. 30 അടി നീളം, 30 അടി വീതി, 30 അടി ഉയരം. ജസ്റ്റ് എ ക്യൂബ്. വരാനിരിക്കുന്ന നഗരം 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ദി അബോർഡ് ഓഫ് ഗോഡ്, ദൈവം അതിൻ്റെ മധ്യേ. അതിവിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വരാനുള്ള നഗരം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 3, ഗ്ലോറിയസ് ഇൻ ഇറ്റ്സ് മെറ്റീരിയൽസ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. നഗരം മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം. 21-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരക്തം. 12 ഗോപുരവും 12 മുത്തും, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും. നഗരത്തിൻ്റെ വീതി സ്വച്ഛ ഫടികത്തിന് തുല്യമായ തങ്കവുമായി. ഇറ്റ്സ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. 21-ാം അധ്യായം വായിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ദൈവസിംഹാസനം, ദ ത്രോൺ ഓഫ് ഗോഡ്, ദാറ്റ് മേക്സ് ഇറ്റ് ബ്യൂട്ടിഫുൾ. ദൈവത്തിൻ്റെ സിംഹാസനം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന രത്നങ്ങൾക്ക് 2-3 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, ഒരു രാജാവിൻ്റെ അലങ്കാരം, രാജാവിൻ്റെ സിംഹാസനത്തെ അലങ്കരിക്കുന്നത് പോലെ ഗ്ലോറിയസ് ഇൻ ഇറ്റ്സ് മാജസ്റ്റി. അതുമാത്രമല്ല, അതിനകത്തൊരു ചുവപ്പ് കല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലോറിയസ് ഇൻ ഇറ്റ്സ് റിഡംറ്റീവ് വർക്ക്. സ്വർഗത്തിലേക്ക് കയറിയാൽ വീണ്ടെടുപ്പിൻ്റെ ഒരു ദൃശ്യം എപ്പോഴും കാണാം. അറുക്കപ്പെട്ട കുഞ്ഞാട് എപ്പോഴും അതിന് മധ്യേ ഉണ്ടല്ലോ. 3-ാമത്, ഈ പുരോഹിതൻ്റെ ശരീരത്തിൽ അണഞ്ഞിരുന്ന കല്ലുകൾ തന്നെയാണ് ഇവിടെയും വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്. മലയാളത്തിലൊരു പാട്ടുണ്ട്, നിത്യ വീടൊന്നുണ്ടത് ശോഭസുന്ദരം. ഇറ്റ്സ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. അത്രയും മാത്രമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ.
അപ്പോൾ ഇറ്റ് ഈസ് എ റിയൽ പ്ലേസ്. നമുക്കൊരു വാസസ്ഥലം അവൻ ഒരുക്കുന്നു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണം, ഇറ്റ്സ് എ റിയൽ പ്ലേസ്. 2, മഹത്വകരമായൊരു സ്ഥലമാണ്. അതിനെ പൂർണ്ണമായി അറിയാൻ നമുക്ക് ഗ്രഹിക്കാനുള്ള കഴിവില്ല, എങ്കിലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. ഒരു കെട്ടിടം പണിയുമ്പോൾ പണിതയാളിൻ്റെ റിസോഴ്സ് അനുസരിച്ചാണല്ലോ പണിയുന്നത്, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ സ്വർഗം പണിയുമ്പോൾ, നിത്യത നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ, when God builds that house, പണിയുന്നവൻ്റെ റിസോഴ്സ് അനുസരിച്ചായില്ലയോ? കർത്താവിന് ഒരു റിസോഴ്സിനും കുറവില്ല. ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട്, ഗ്ലോറിയസ് ഇൻ ഇറ്റ്സ് ബ്ലെസ്സിങ്സ്, ഗ്ലോറിയസ് ഇൻ ഇറ്റ്സ് ബ്യൂട്ടി. അതിൻ്റെ മനോഹരത്വം മഹത്വകരമായിരിക്കും. 2, അതിൻ്റെ വലിപ്പം മഹത്വകരമായിരിക്കും. 3, അതിൻ്റെ അനുഗ്രഹം. ഇവിടെ നാം വായിക്കുന്ന 21-ാമത്തെ അധ്യായത്തിൻ്റെ 22-23 വാക്യം. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകും. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് സ്വർഗം എവിടാണെന്ന് ചോദിച്ചാൽ പറയാൻ വളരെ എളുപ്പവുമാണ്. വേർ ഗോഡ് ഈസ്, ഇറ്റ് ഈസ് ഹെവൻ. ദൈവം എവിടെയാണോ അവിടെ സ്വർഗം ഉണ്ട്. 4-മതായി, ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പറഞ്ഞു. 1, ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് പ്ലേസ്, ഇറ്റ് ഈസ് എ റിയൽ പ്ലേസ്, ഇറ്റ് ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ്. ഇനിയും പറഞ്ഞിരിക്കുന്നു, ഇറ്റ് ഈസ് എ ഗാർഡഡ് പ്ലേസ്, സൂക്ഷിക്കപ്പെടുന്നൊരു സ്ഥലമാണ്. 21-ാമത്തെ അധ്യായം. അപ്പോൾ വാസ്തവത്തിൽ യാഥാർത്ഥ്യമായുള്ളൊരു സ്ഥലമാണ്. വിശ്രമിക്കുകയും പാർക്കുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. എന്നാൽ ഈ സ്വർഗം സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് 21-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ട്. ഉയർന്ന മതിലെന്ന് ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഉയർന്ന മതിൽ, ഗോപുരം, 3 ഗോപുരങ്ങൾ ഓരോ സൈഡിൽ വെച്ച് 12 ഗോപുരങ്ങൾ, വാച്ച് ടവേഴ്സ് പോലെ. ഇറ്റ് ഈസ് എ ഗാർഡഡ് പ്ലേസ്. അപ്പോൾ ഇതിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേകതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്തിൽ നിന്നെല്ലാമാണ് ഇതിനെ സൂക്ഷിക്കുന്നത് എന്ന് നോക്കിക്കാട്ടെ. 1, സകല ദുഃഖങ്ങളിൽ നിന്നും സകല കണ്ണുനീരിൽ നിന്നും ദൈവം ഇതിനെ സൂക്ഷിക്കുന്നു. 4-ാം വാക്യത്തിൽ കണ്ണുനീർ തുടച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സമുദ്രമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് നോ സോറോ ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ ഒരു അനുഭവം ഇല്ലാത്ത രീതിയിൽ അവിടെ സമുദ്രമില്ല. ദർ ഇസ് നോ സെപ്പറേഷൻ ആൻഡ് ദർ ആർ നോ ടിയേഴ്സ്. കണ്ണുനീർ അവൻ തുടച്ചു കളയും. 8ഉം 27ഉം വാക്യം വായിക്കുമ്പോൾ, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും പോഷ്ക്ക് പ്രവർത്തിക്കുന്നവ ആരും അതിൽ കടക്കുകയില്ല. ദർ ഗാർഡഡ് ഫ്രം സിൻ. സകല പാപത്തിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും സൂക്ഷിക്കപ്പെടും. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പാപത്തോടുള്ള കണ്ടിന്യൂസ് പോരാട്ടം, ഇല്ലയോ? അത് എപ്പോഴും നിൽക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ വി ആർ കണ്ടിന്യൂസ്ലി ബാറ്റിലിംഗ് വിത്ത് ടെംപ്റ്റേഷൻ. പരീക്ഷകളും പരിശോധനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വരുന്നു, നാം ആകുന്ന സ്ഥലത്ത് അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ, ഒരു മ്ലേച്ഛതയും ഒരശുദ്ധിയും അവിടെ പ്രവേശിക്കത്തില്ല. ഇറ്റ് ഈസ് ഗാർഡഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന കർത്താവിൽ പ്രസിദ്ധനായ കൊച്ചുഞ്ഞുപദേശി ഇപ്രകാരം പറഞ്ഞു, പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കുക. ഉറങ്ങിക്കിടന്നാൽ പോലും പരീക്ഷിക്കും. പക്ഷേ നമുക്ക് ദൈവം ഒരു മനോഹര സ്ഥലം ഒരുക്കുന്നു. അവിടെ യാതൊരു അശുദ്ധിയും വരികയില്ല. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗാർഡഡ് പ്ലേസ്. അടുത്തത് 6-മത്തേത്, ഹെവൻ ഈസ് ഗോയിങ് ടു ബി എ പ്രഷ്യസ് പ്ലേസ്. സ്വർഗം വളരെ വിലപ്പെട്ട സ്ഥലമാണ്. കാരണം നമ്മുടെ പിതാവ് അവിടെ ഉണ്ട്. അവർ ഫാദർ ഈസ് ഇൻ ഹെവൻ. എത്ര നാളായി പ്രാർത്ഥിക്കുന്നില്ലയോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് കർത്താവ് കൊടുത്ത എൻ്റെ പിതാവിൻ്റെ ഭവനം നല്ല പേരാണെന്ന് എനിക്ക് തോന്നുന്നു. മൈ ഫാദേഴ്സ് ഹൗസ്. വേറെ ഒരു പേരും കൊടുത്തിട്ടില്ല.
നമ്മളായിരുന്നെങ്കിൽ അല്പം സ്പിരിച്വലായിട്ട് എബനേസർ എന്നോ എൽ ഷദായി എന്നോ നല്ലൊരു പേരൊക്കെ കേട്ടു. പക്ഷേ കർത്താവ് കൊടുത്ത പേരെന്താണെന്നറിയോ? മൈ ഫാദേഴ്സ് ഹൗസ്. കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാൽ പറയും അപ്പച്ചൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എൻ്റെ മോനാന്ന് പറഞ്ഞു. അവനും കുടുംബമാണ്. ഇപ്പുറത്തെ ഞാനും എൻ്റെ ഭാര്യ. ഞങ്ങൾ ചോദിച്ചു നിങ്ങളെല്ലാം ഒന്നിച്ചാന്നോ താമസിക്കുന്നേ? അവൻ പറഞ്ഞു അവൻ താമസിക്കുന്നതിൻ്റെ ഒരു 20 അടി മാറി കേട്ടോ ഒരു വീട്, തറവാടാണ് കേട്ടോ. അവിടെ ഞങ്ങൾ താമസിക്കുന്നത്. അവൻ അവിടെ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. അവിടെ അവർ താമസിക്കുന്നു, ഞങ്ങളിവിടെ അപ്പോൾ ഞാൻ എൻ്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കും അതേ മറ്റു പിള്ളേരെല്ലാം വരുമ്പോൾ അവർക്കൊന്ന് സ്വാതന്ത്ര്യമായിട്ട് താമസിക്കണ്ടായോ? വെരി ട്രൂ ഇസ്ൻ്റ് ഇറ്റ്? നമുക്കൊരു വീടുണ്ട്, ആരുടെയും കുത്തകയല്ല. മൈ ഫാദേഴ്സ് ഹൗസ്. പ്രൈസ് ദി ലോർഡ്. അവിടോട്ട് ചെല്ലുന്ന ഉടനെ അവിടോട്ട് കയറാനുള്ള എന്താ പദവിയെന്നറിയാമോ? അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് അവിടെ പ്രവേശിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം. ഇറ്റ് ഈസ് മൈ ഫാദേഴ്സ് ഹൗസ്. അപ്പോൾ അവിടെ എന്തോ ഉണ്ട്? മൈ ഫാദർ ഈസ് ദേർ. 2 ദൈവത്തിൻ്റെ പുത്രൻ. എബ്രായ ലേഖനം 9:24. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. ക്രൈസ്റ്റ് ഈസ് ദേർ. പഴയ കാലത്ത് പാടുന്നൊരു പാട്ടിപ്പം പറയും, ദൈവമുണ്ട്, ദൈവപുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. എത്ര കറക്റ്റാന്ന് നോക്കിയേ തിയോളജിക്കലി. അപ്പോൾ നമുക്ക് സ്വർഗം പ്രഷ്യസാകുന്നതിൻ്റെ കാരണം അപ്പച്ചനോടുണ്ട്. നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. 2, 3 സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട സകല ആദ്യജാതന്മാരും അവിടെയുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുക. എബ്രായർ 12:23. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. സോ വീണ്ടെടുക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കളെല്ലാം അവിടെയുണ്ട്. എന്ത് സന്തോഷമായിരിക്കുമല്ലോ. പണ്ട് മേപ്രായിൽ ഉണർവ് വന്നപ്പോഴേ പഴയ കാലത്ത് പാടുന്നോണ്ടെ തുള്ളിച്ചാടിയൊക്കെ പാടുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളൊക്കെ ഇച്ചിരി ഒരുമാതിരി അഭ്യസ്ത വിദ്യരായി, നമുക്ക് മാന്യതയൊക്കെ വന്നുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ഒതുങ്ങിയാണൊക്കെ ജീവിക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ പാടി 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 അങ്ങ് സന്തോഷിച്ച്. അപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞിടാ മേപ്രായിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിലേ സ്വർഗത്തിലെന്തോ സന്തോഷമാണ് ഇല്ലയോ? അതിന് പാട്ടുകാരൻ എഴുതി, മേപ്ര എന്നല്ലേ എഴുതി, ഈ ഭൂവിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ സന്തോഷം. ദൈവമക്കളുടെ കൂട്ടം. ദൈവമുണ്ട്, പിതാവുണ്ട്, ദൈവത്തിൻ്റെ പുത്രനുണ്ട്, ദൈവത്തിൻ്റെ മക്കളുടെ വലിയൊരു കൂട്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ, അവർ നെയിംസ് ആർ റിട്ടൺ ദേർ. ഹല്ലേലൂയ. അപ്പോൾ രജിസ്റ്റേർഡാണ് അവിടെ. ഇനി നോക്കിക്കോട്ടെ 5. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, ശാരീരം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി. ഒരു അവകാശമില്ലേ, ഒരു ഇൻഹെറിറ്റൻസ്. സ്വർഗത്തിൻ്റെ പ്രഷ്യസാക്കുന്നത് എന്നാണെന്നറിയാമോ? പിതാവുണ്ട്, പുത്രനുണ്ട്, ദൈവമക്കളുണ്ട്, വാട്ടമില്ലാത്ത ഇൻഹെറിറ്റൻസ്. മൈ ഇൻഹെറിറ്റൻസ് ഈസ് ദേർ. 6. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഞങ്ങളുടെ നിക്ഷേപമെല്ലാം എവിടാ? സ്വർഗത്തിലുണ്ട്. അയച്ചെങ്കിലുണ്ട്.
ചില ബാങ്കൊക്കെ പൊട്ടുന്നുണ്ടെ ചിലർ പറയും അയ്യോ എല്ലാം അവിടെ ആയിരുന്നെന്ന് പറയും കേട്ടോ. ചിലർ പറയും ഓ ഞങ്ങളൊന്നും അവിടെ ഇട്ടില്ല, ഭാഗ്യമായി. പക്ഷെ അവിടെ ചെല്ലുമ്പം പറയണം, ദൈവമേ ഇവിടെ നിക്ഷേപിക്കാൻ കഴിഞ്ഞല്ലോ. അവർ ട്രഷർ ഈസ് ഇൻ ഹെവൻ. പുഴവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. മത്തായി 6:19 മുതൽ 21 വരെയാണ്. സോ ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്. God is a reality there. We will be there in glory. Praise the Lord. Hallelujah. അവിടെ എത്തുമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും the real place, the resting place, ഇല്ലയോ, the glorious place. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അവകാശം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇനിയും പഠിക്കും. തേജസ് വേറെയുണ്ട്, തേജസ്സിന് വ്യത്യാസമുണ്ട്. ആ ദിവസം അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നൊരു സമയമുണ്ട്, ന്യായം വിധിക്കുന്നൊരു സമയമുണ്ട്. അറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ബട്ട് വി വിൽ ബി ദെയർ. അതിൻ്റെ തെളിവ് വേഗത്തിൽ പറയാൻ പോവുക. വി വിൽ റീച്ച് ഹോം. റോമർ 8:30. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ ദൈവമക്കൾ 1000 സ്തോത്രം പറയണം. സാൽവേഷൻ ഡസൻ ഡിപ്പെൻഡ് ഓൺ മീ ഓർ യു. രക്ഷ ദൈവത്തിൻ്റെ. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ. ഇറ്റ്സ് റിട്ടൺ ഇൻ പാസ്റ്റ് ടെൻസ്. കർത്താവ് അത് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നടക്കും. ദൈവത്തിൻ്റെ പദ്ധതി പാളിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. If God has a plan about us, God will see that it is done. ഏത് രീതിയിലാണ് അവിടെ എത്തുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മെ അവിടെ എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ശോധനയിൽ കൂടെയൊക്കെ അയച്ച് രൂപപ്പെടുത്തും. പക്ഷേ മുന്നറിഞ്ഞവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറയാമോ? 2 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ. അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ. അടുത്തത് ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെ കാക്കുന്ന? ആര് കാക്കുന്നതെന്നാണ് പറഞ്ഞത്? ദൈവ ശക്തിയാൽ. ഒന്നുകൂടെ പറഞ്ഞ്, ദൈവ കെപ്റ്റ് ബൈ ദി പവർ ഓഫ് ഗോഡ്. അപ്പോൾ ഇത് ഈ ഹല്ലേലൂയ ഒരല്പം കൂടെ വലുതായിരിക്കണോ? ഇല്ലയോ? ദൈവത്തിന് പാളിപ്പോകാത്ത പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെ സൂക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നാം. 3-ാമത്തെ കാരണം, കർത്താവ് പ്രാർത്ഥിച്ചു. യോഹന്നാൻ 17:20. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ആര് പ്രാർത്ഥിച്ച ഇത്? ഉറക്കെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, നമുക്കറിയാവുന്നൊരു ദൈവദാസൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, ആത്മീക നേതൃത്വത്തിലുള്ളവർ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല. എന്നെ രക്ഷിച്ച കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ചതെന്നറിയാമോ? ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കർത്താവ് ഒരു വാചകം പറഞ്ഞു. പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയും. ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹൗ ഡു വി നോ ദാറ്റ് വിൽ ബി ദേർ? അവിടെ എത്തുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്നാ? ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയിലാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു എന്ന് പറയുന്ന പദ്ധതിക്കകത്തോട്ട് വീഴാൻ കൃപയാൽ
ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിന് സ്തോത്രം. 2, എന്നെ സൂക്ഷിക്കുന്നത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ശക്തിയാകും. 3, എനിക്ക് വേണ്ടി ഒരിക്കൽ പ്രാർത്ഥിച്ചെന്നല്ല, താതൻ സന്നിധിയിൽ എൻ്റെ പേർക്ക് സദാ. അപ്പോൾ ഓർത്തോണേ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ, ഞാൻ ആലങ്കാരികമായി പറയാം, തൻ്റെ കയ്യിൽ രക്തമെടുത്തുകൊണ്ട് പറഞ്ഞു, ഫാദർ ഐ ഷെഡ് ദിസ് ബ്ലഡ് ഫോർ ഹിം. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നാം ഈ ജീവിതം എത്ര മനോഹരമായി കർത്താവിന് വേണ്ടി ജീവിക്കണം. ഒരു പ്രായം ചെന്ന ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. എത്ര ഭക്തനായാലും ഈ മരണത്തോടടുക്കുമ്പോൾ ഒക്കെ ഇച്ചിരി പേടിയും ഭയവും ഒക്കെ ഉണ്ടാവില്ലയോ. റിട്ടയർ ചെയ്ത് സ്ഥലം മാറേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിലരെയൊക്കെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഈ നിത്യതയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഭയമുണ്ട്. ഏതായാലും റിട്ടയർ ചെയ്ത് വീട് മാറാനുള്ള സമയം, പാഴ്സനേജ് വിട്ട് പോകാനുള്ള സമയമൊക്കെ ആയി. അവിടെ അദ്ദേഹം 10-40 വർഷം അവിടെ ശുശ്രൂഷിക്കാം. പോകാനുള്ള സമയമൊക്കെ ആയി. പുതിയ വീട്ടിലേക്ക് പാക്ക് ചെയ്തു, ഓരോന്നോരോന്ന് അയച്ചു. എല്ലാം പാക്ക് ചെയ്ത് കയറിയിട്ടും ഈ പ്രായം ചെന്ന ഈ മനുഷ്യൻ വീണ്ടും മുറിക്കകത്ത് കയറി വർഷങ്ങളിരുന്ന് ധ്യാനിച്ച സ്ഥലം, കുഞ്ഞുങ്ങളോടിരുന്ന് കളിച്ച സ്ഥലം, വിരുന്നുകാരോടിരുന്ന് ഭക്ഷണം കഴിച്ച സ്ഥലം, ഇനി ഓർമ്മകളായി ഇറക്കുക. ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങോട്ട് വിട്ടുപോകാനുള്ള പ്രയാസം. വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്തും ഓരോ മൂലയിലും ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ പള്ളിയിലുള്ള ഒരാൾ പറഞ്ഞു, പാസ്റ്റർ കം, യുവർ ന്യൂ ഹൗസ് ഈസ് ഗോയിങ് ടു ബി മച്ച് ബെറ്റർ ദാൻ ദിസ്. നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന വീടുണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ മനോഹരം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്കൊരു മനോഹരമായ ഭവനം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെവൻ ഈസ് എ റിയാലിറ്റി. അവൻ നമുക്ക് സ്ഥലം ഒരുക്കാനായിട്ട് പോകും. അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. അത് മനോഹരമായ സ്ഥലമാണ്. അത് വിശ്രമിക്കുന്ന സ്ഥലമാണ്. അത് ഭദ്രതയുള്ള സ്ഥലമാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നാം എത്തും. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നാം. 2, ദൈവത്തിൻ്റെ ശക്തിയാൽ കാക്കപ്പെടുന്നവരാണ് നാം. 3, അവൻ നമ്മെ എത്തിക്കുവാൻ വേണ്ടി നിരന്തരം പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. Our future is very bright. It's going to be beautiful. Praise the Lord. ഇവിടെ വേറൊരു ദൈവദാസൻ്റെ ചരിത്രം ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം പോയി ഒരു വീട് മേടിക്കാൻ, സാധാരണ ഭാര്യമാരുടെ അനുവാദമില്ലാതെ വീട് മേടിക്കാനൊക്കത്തില്ല. പക്ഷേ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്ത് പോയി വീട് മേടിക്കുകയായിരുന്നുകൊണ്ട് അവിടെ ചെന്നപ്പം ഭാര്യ കൂടില്ല. പിന്നെ എന്തോ അദ്ദേഹം ചെയ്തെന്നറിയാമോ? എടുക്കാവുന്നിടത്തോളം ഫോട്ടോ എടുത്തു, എടുക്കാവുന്നിടത്തോളം വീഡിയോയും എടുത്തു. തിരിച്ച് വീട്ടിൽ വന്ന് ഇതെല്ലാം കാണിച്ചു. പിന്നെ വീട് മാറി പുതിയ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഓ ദീസ് ആർ ഓൾ ഫെമിലിയർ. എനിക്കറിയാം കേട്ടോ, ഇതെല്ലാം ഞാൻ കണ്ടതാണ്. ഈ പുസ്തകത്തിൽ കൂടെ ഒരു കൊച്ചു വ്യൂ തരുന്ന എന്തിനാണെന്നറിയാമോ? അവിടെ ചെല്ലുമ്പം അപരിചിതനല്ല. പ്രൈസ് ദ ലോർഡ്. വി ആർ ഗോയിങ് ടു റിസൈഡ് ദേർ. ഇറ്റ് ഈസ് അവർ ഹോം ആൻഡ് ദാറ്റ് ഈസ് അവർ ഗോൾ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ സ്ഥലത്തിന് വേണ്ടി, ആ ഭവനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നിത്യമായി ഒരുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. തലകളെ വണങ്ങിക്കാട്ടെ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. രാപ്പകലില്ല അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും ആ വീട്. ജീവജല നദിയുണ്ടവിടെ, രാപ്പകലില്ല അവിടെ. Our Father is there. അതാണ് കോൺഫിഡൻസ്. വീണ്ടെടുത്ത് നമ്മുടെ കർത്താവോടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ പോയ വിശുദ്ധന്മാർ അവിടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വണ്ടർഫുൾ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നു. മാലാഖമാരുണ്ട് അവിടെ.
വിശുദ്ധന്മാരവിടെ ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു നാട്. നമുക്ക് വേണ്ടി ഒരു നിക്ഷേപം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവകാശം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എത്ര മനോഹരം! ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളും ആഴ്നില കൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. 92 യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനേ, മഹോ